ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർ മരിച്ചു. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പറന്ന ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. നേരത്തെ അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേർന്നപ്പോൾ അർജുൻ പറഞ്ഞത് 6 പേരുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ 7 മരണമായിരിക്കുകയാണ്. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട്. മഴ മുൻനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ കാലാവസ്ഥ മോശമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഉത്തരാഖണ്ഡിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഹെലികോപ്റ്ററിൽ തകർന്നു വീണ് 7 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇപ്പോൾ അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? ഇപ്പോൾ മരണസംഖ്യ 7 ഉയർന്നിരിക്കുകയാണ്. ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണം എന്ത് എന്ന് വ്യക്തമല്ല. ഇന്ന് പുലർച്ചെ 5:30 ഈ അപകടം നടന്നത്. 6 യാത്രക്കാരും ഒരു പൈലറ്റുമായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും മരണപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മരിച്ചവരൊരു കുട്ടിയുമുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. ഇത് കേദാർനാഥിലെ യാത്രക്കാരായിരുന്നു ഈ ഹെലികോപ്റ്ററിനകത്ത് ഉണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. ഈ കേദാർനാഥിലേക്ക് ഒരുപാട് സ്വകാര്യ ഹെലികോപ്റ്ററുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതിലൊരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്ന വിവരം കൂടി ലഭിക്കുന്നു. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലെയും ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ്, ഈ ക്ഷേത്രത്തിലേക്ക് പോയ യാത്രക്കാരാണ് ഇതിലുണ്ടായിരുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തകർ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ അല്പസമയം മുൻപ് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ അങ്ങനെ രക്ഷാപ്രവർത്തനം എളുപ്പമായ ഒരു സ്ഥലത്തല്ല ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. 2 ആഴ്ച മുൻപ് കേദാർനാഥിലേക്ക് പോയ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണിരുന്നു. അത് നടുറോട്ടിലായിരുന്നു വീണത്. തകർന്നിരുന്നില്ല, അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നിരുന്നു. അന്ന് എല്ലാവരും സുരക്ഷിതമായി രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ പുലർച്ചെ നടന്ന ഈ അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി അനു, പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു അപകട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. 7 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പറന്ന ഹെലികോപ്റ്ററാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള അപകടം ഉണ്ടായിരുന്നു. പക്ഷേ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഇവിടെ 7 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിന്റെ കാരണം എന്നതിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അനൂപ്, ഈ ഒരു പൂർണ്ണമായിട്ടും ഈ ഒരു 7 പേരും മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. കാലാവസ്ഥ മോശമായിരുന്നു എന്ന് നേരത്തെ അർജുൻ സൂചിപ്പിച്ചിരുന്നു. അതെ, കാലാവസ്ഥ ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലേക്ക് പലയിടങ്ങളിലും മഞ്ഞ്, ഒപ്പം തന്നെ മഴ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുതന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചത് എന്ന പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണുള്ളത്. കാരണം കേദാർനാഥ് മേഖലയൊക്കെ കാലാവസ്ഥ എപ്പോഴും അനുകൂലമായി നിൽക്കുന്ന സ്ഥലങ്ങളല്ല. ഇവിടെ ഈ ഇത്തരം പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററൊക്കെ പോകുന്നത് തന്നെ കാലാവസ്ഥ പരിശോധിച്ച് മാത്രമാണ്. നേരത്തെ ഏതാണ്ട് ഒരു മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ സിക്കിമിൻ്റെ 50-ാം വാർഷികവുമായി, സിക്കിം രൂപീകരണത്തിൻ്റെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി, ആ പരിപാടിയിൽ പോകാൻ അദ്ദേഹം പുറപ്പെട്ട് അദ്ദേഹം ബംഗാളിലെ ഒരു വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ മോശം കാലാവസ്ഥ കാരണം യാത്ര തിരിച്ചിരുന്നില്ല. അതായത് ഈ മേഖലയിലൊക്കെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും കാലാവസ്ഥ അനുകൂലമായിരിക്കില്ല. അത്തരമൊരു മോശം കാലാവസ്ഥയാണോ ഈ കാലാവസ്ഥ ഉണ്ട് അവിടെ? അപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണോ, മോശം കാലാവസ്ഥ കാരണമാണോ ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെ ഇനി സ്ഥിരീകരണം 1 മണിക്കൂറിലെ വരികയുള്ളൂ. എന്തായാലും ഈ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണ 7 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പറന്ന ഹെലികോപ്റ്ററാണ് തകർന്നത്. അനൂപ് ദാസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.